ും കുടുംബത്തിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടും സ്നേഹനിധിയായ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടും ഓരോ ഭാര്യമാർക്ക് അന്ത്യം സംഭവിച്ചിട്ടും ജനിച്ചു വീണ കുഞ്ഞുങ്ങളിൽ നിന്ന് പൊന്നോമന മക്കളുടെ കൂട്ടത്തിൽ നിന്ന് 3 ആൺകുഞ്ഞുങ്ങളെ അല്ലാഹു തിരിച്ചു വിളിച്ചു പോയിട്ടും വിഷമങ്ങൾ സഹിച്ചിട്ടും തായിഫിലേക്ക് ചെന്നപ്പോൾ റസൂലിന്റെ കുടുംബാംഗങ്ങൾ ആട്ടിയൊറിഞ്ഞുകൊണ്ട് കല്ലിൽ മുറിവേ കാലിൽ മുറിവേൽപ്പിച്ചു വിട്ടിട്ടും റസൂലുള്ളാഹി തകർന്നു വീണില്ല. എല്ലാ ടെൻഷനുകളും തന്റെ തലച്ചോറിലേറ്റിക്കൊണ്ട് തന്റെ തമ്പുരാനിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും 23 കൊല്ലത്തെ പ്രബോധന പ്രവർത്തന കാലത്തിനിടയിൽ ഇസ്ലാം സത്യസമ്പൂർണമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ചു പോയ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വസ്തിഖത്തു കൻസി, മനക്കരുത്ത് എന്റെ നിധിയാകുന്നു, വൽ ഹുസ്നു റഫീഖി, ദുഃഖം എന്റെ കൂടെ പിറപ്പാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ദുഃഖം എന്റെ കൂടെ പിറപ്പാകുന്നു. നിത്യവും ആശുപത്രിയിൽ രോഗിയായി കിടക്കുന്ന സുഹൃത്തേ, 8 മക്കളും ആരോഗ്യവാന്മാരായി ഒരു കുഞ്ഞു മാത്രം ഹാർട്ടിന് രോഗം ബാധിച്ചുകൊണ്ട് കിടക്കുന്നുവെങ്കിൽ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ബാധകമാക്കിയിരുന്നുവെങ്കിൽ, അതല്ല നിത്യസംഭവമായി കൊണ്ട് തലവേദന പിടികൂടിക്കൊണ്ട് കഷ്ടപ്പെടുന്ന സോദര, ഭാര്യക്ക് നിത്യരോഗിയായിക്കൊണ്ട് വിഷമം സഹിക്കുന്ന സുഹൃത്തേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തെരഞ്ഞെടുത്തയക്കപ്പെട്ട പ്രവാചകനാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ മുത്തുനബി പറയുകയാണ്, വഹുസ്നു റഫീഖി, എന്റെ ജീവിതത്തിൽ കൂടെ പിറപ്പായിക്കൊണ്ട് ഏത് സമയവും ദുഃഖമുണ്ടായിരുന്നു. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ 100% സന്തോഷത്തിന്റെ നിമിഷം അല്ലാഹു നമുക്ക് തരികയില്ല. 50% ദുഃഖവും 50% സന്തോഷവുമായി ചിലപ്പോൾ തന്നേക്കാം, ചിലപ്പോൾ 100% ദുഃഖമായേക്കാം. പക്ഷേ സന്തോഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം മുമ്പിൽ സൃഷ്ടിച്ചു വെച്ചുകൊണ്ടാണ് നാഥൻ നമ്മൾ ഇഹലോകത്ത് സൃഷ്ടിക്കുന്നത്. ആ ഇഹലോകത്തുള്ള സൃഷ്ടിപ്പിൽ അല്ലാഹു പറയുകയാണ്, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടാകും, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടാകും. എളുപ്പം എന്നത് മാത്രമായി പ്രപഞ്ചത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നില്ല. ഏതൊന്നിനും പ്രയാസം സഹിക്കണം. 9 മാസവും 14 ദിവസവും ചുമലേറ്റി നടന്ന മാതാവാണ് ലോകത്തിന്റെ മുമ്പിൽ തന്റെ കുഞ്ഞിന് പിറവി നൽകുന്നത്. ആ പിറക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ത്യാഗം സഹിക്കുന്നു. ഒരാട്ടിൻകുട്ടി 2 മണിക്കൂർ കൊണ്ടെഴുന്നേറ്റ് നടന്നുവെങ്കിൽ ഒരു മനുഷ്യന്റെ കുഞ്ഞെഴുന്നേറ്റ് നടക്കാൻ ചുരുങ്ങിയത് 9 മാസമെങ്കിലും എടുക്കുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും കഷ്ടപ്പെടേണ്ടവർ നമ്മൾ തന്നെയാണ്. കഷ്ടപ്പെടാവുന്ന രൂപത്തിൽ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിഷമം സഹിക്കുന്ന സമയത്തുണ്ടല്ലോ, കാലിന് വാദം പിടിച്ച് തളർന്നു കിടക്കുന്ന സമയത്തുണ്ടല്ലോ, തലവേദന ബാധിച്ചുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഹാർട്ടിന് രോഗം ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വാൽവിന് തകരാറ് വന്നുകൊണ്ട് വീട്ടിൽ അസ്വസ്ഥനായിരിക്കുന്ന സുഹൃത്തെ ചിന്തിക്കുക, നമ്മുടെ മുത്തുനബി പറയുകയാണ്, വൽ ഹുസ്നു റഫീഖി, ദുഃഖം എന്റെ കൂടെ പിറപ്പായിരുന്നുവെന്ന്. റസൂലിന്റെ ചര്യ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, റസൂലിന്റെ ചര്യയെ സ്നേഹിക്കുന്നുവെങ്കിൽ, റസൂലിനെ അതുപോലെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ജീവിതത്തിൽ ഭാരം വരുമ്പോൾ, ഒരുപാട് കഷ്ടതകൾ തലയിലേറ്റുമ്പോൾ നാം വിചാരിക്കുക, മുത്തുനബിക്ക് പോലും ഉണ്ടായ കഷ്ടത അതിന്റെ 5% പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. റസൂലിന്റെ ചര്യ മുത്തുനബി പറയുകയാണ്. ആ റസൂലുള്ള പറയുകയാണ്, വൽ ഇൽമു സിലാഹി, വിജ്ഞാനമാകുന്നു എന്റെ ആയുധം. മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് ആയുധം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാകുന്ന നാം സ്വീകരിക്കേണ്ടുന്ന ലെവലിൽ നിന്നും മാറി ചിന്തിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബാണെന്ന് ചിത്രീകരിക്കപ്പെടുകയാണ്. ഇസ്ലാം എന്നാൽ ചാവേറാണെന്ന് ചിത്രീകരിക്കപ്പെടുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞാൽ അയാൾ തപ്പി നോക്കും നമ്മുടെ ശരീരമാണ്. ശരീരം പരിശോധിച്ച് ചോദിക്കുന്നു, മോനെ ബോംബില്ലേ? ബോംബില്ലെങ്കിൽ നീ ഒരു ഇസ്ലാമിൽ അംഗമാകാൻ പ്രയാസമാണ്. ബാബരി മസ്ജിദിന് വേണ്ടി ഒരു റാലി സംഘടിപ്പിച്ചാൽ, ശംനാട് ടൗണിൽ നിന്ന് കാസർഗോഡ് വരെ ഒരു റാലി സംഘടിപ്പിക്കുന്നുവെങ്കിൽ 10,000-കണക്കിന് ഇസ്ലാമിന്റെ ചെറുപ്പക്കാർ അണിനിരന്നുകൊണ്ട് ആ തകർന്നു വീണ താഴികക്കുടങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് അതുപോലെ വാദിക്കുവാനും പള്ളി ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുവാനും ആളുണ്ടാകും. പക്ഷേ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ ആളുണ്ടാവില്ല. അല്ലെങ്കിലോ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞു പോണ റാലിന്റെ മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പറയാം, ഇതന്നെ ഞങ്ങൾ വാങ്ങൂല എന്ന് പറഞ്ഞ ആ പറഞ്ഞോ മാത്രമേ ഉണ്ടാവൂ. ബാംഗ്ലൂർ പോയിട്ട് ആമീൻ പറഞ്ഞ
അല്ലേ? നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബോംബല്ല ചാവേറ് പടയല്ല വൽ ഇൽമു സിലാഹി, വിജ്ഞാനമാകുന്നു എന്റെ ആയുധം. മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരുപാട് ആളുകൾ അക്രമത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ജീവിതത്തിൽ വിശ്വാസമുണ്ടാകുമ്പോൾ ഒരാൾ എന്തെങ്കിലും ആക്രമണത്തിൽ വന്നാൽ എവിടെ ചങ്കൂറ്റത്തോടുകൂടി പറയും, ഞാൻ നാഥനെയാണ് ഭയപ്പെടുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ സാധിക്കും. ഇന്ന് മരിക്കുന്ന സമയത്ത് പോലും കലിമ ചെല്ലണമെങ്കിൽ വേറൊരാൾ പറഞ്ഞെന്നിട്ട് വേണം. നമുക്ക് ചെല്ലാൻ കഴിയണില്ല. കാരണം നമുക്ക് വിജ്ഞാനം കുറഞ്ഞു പോയിരിക്കുകയാണ്. ഇസ്ലാമിന്റെ വിജ്ഞാനം നമ്മൾ പഠിക്കണം. നമ്മളാരും പഠിച്ചിട്ടില്ല എന്നല്ലോ പറഞ്ഞത്. ഏതെങ്കിലും ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു വിവരം ചോദിച്ചാൽ എത്രയേറെ മോനെ നിസ്കാരം എന്ന് ചോദിച്ചാൽ നിസ്കാരം 5:30 ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതിപ്പോ എന്താ അതിന്റെ സ്ഥിതി എന്ന് അറിയില്ല. എന്യൂമറേഷൻ കണക്കെടുക്കാൻ പോയ ഒരു അധ്യാപകൻ മുസ്ലിം ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അതോടുകൂടി ആ വീട്ടുകാരാകാൻ എന്ത് ചോദിച്ചല്ലോ, പായ തെരഞ്ഞ് അവസാനം പായ കിട്ടിക്കഴിഞ്ഞ പിന്നെ ഇവരുടെ വെപ്രാളം തീർന്നില്ല. ഒതുവൊക്കെ എടുത്തിട്ട് ഈ മാഷിച്ചല്ല മക്കളെ പടിഞ്ഞാറങ്ങോട്ടാണ്. അപ്പൊ അവര് മാഷേ ഞങ്ങളുടെ വല്യുമ്മ വിരുന്നു പോയതാണ്. പടിഞ്ഞാറ് എവിടെ ചോദിച്ചപ്പോ അതിന്റെ മറുപടി വല്യുമ്മ വിരുന്നു പോയതാണ്. അപ്പൊ ചുരുക്കം എന്താ വെച്ചാൽ വല്യമ്മക്ക് അവിടെ പടിഞ്ഞാറ് അറിയുള്ളൂ, വേറുള്ളവർക്കൊന്നും അറിയില്ലല്ലോ. 40 വർഷം കഴിഞ്ഞിട്ടല്ലേ നബിക്ക് ഇസ്ലാം മതത്തിന്റെ വഹി വരുന്നത്. അപ്പൊ നമ്മളും 40 കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്ന പൊതു ചുറ്റുപാടാണ് ഇസ്ലാമിന്റെ. അത് അങ്ങനെ മറ്റൊരു തരത്തിലൊക്കെ അങ്ങ് വിശ്വാസം അങ്ങനെ, പ്രവൃത്തി ഇങ്ങനെ, ദീനുൽ ഇസ്ലാം അങ്ങനെ, നിസ്കാരം അങ്ങനെ എന്ന് റസൂൽ പറയാ. വിജ്ഞാനമാണ് നമ്മുടെ ആയുധമായി. സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക. ക്ഷമ എന്ന് പറയുന്നത് എന്റെ വസ്ത്രമാകുന്നു, എന്റെ തട്ടമാകുന്നു. ക്ഷമയെ കുറിച്ച് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ പറയാം. നമ്മളൊക്കെ ഭയങ്കര ക്ഷമയാണ്. അഥവാ വീട്ടിൽ ചെന്ന് ഇരിക്കുന്ന സമയത്ത് കറിയിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പിന്റെ മുമ്പ് തൊലാക്ക അവിടെ കറിയിൽ വീഴുക. അത്രയും ക്ഷമയാണ് നമുക്കൊക്കെ, അല്ലെ? വീട്ടിലേക്ക് കയറി ചെന്നിട്ട് വീട്ടിൽ മെല്ലെ ഒരു ആ വാതിലിൽ ഒന്ന് ടിക്ക് നിറഞ്ഞ് ചെറിയൊരു ഉറുമ്പ് മുട്ടിയ പോലെ സൗണ്ട് ഉണ്ടാവും. എന്നിട്ട് മുട്ടിയിട്ട് പിന്നെ ഭാര്യ അവിടെ നിന്ന് വന്ന് വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ പിന്നെ മുട്ടാവില്ല, അവനൊരു മുട്ടാണ്. അതോടുകൂടി ആ വാതിൽ പോലും പൊളിഞ്ഞു. വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് 1ാമത്തെ റിംഗിൽ തന്നെ ഫോൺ എടുത്തില്ലെങ്കിൽ എവിടെയാ പോയിരിക്കണം, എനിക്ക് പണി എന്നതാണ് നമ്മളെ ക്ഷമയുടെ ഊക്കാണ് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാകുന്നു. അതുകൊണ്ട് നമുക്ക് ഈമാൻ കാണണമെങ്കിൽ കുറച്ച് പണിയാണ്, അതല്ലേ? എന്ത് നമ്മൾ സ്വീകരിക്കാം. പക്ഷേ റസൂല് പറയുകയാണ്, ക്ഷമ എന്റെ ജീവിതത്തിൽ എന്റെ ഒരു വസ്ത്രം പോലെയാകുന്നു, എന്റെ റിദാഇഹി എന്റെ തട്ടമാകുന്നു. അത് ഒഴിവാക്കി വെക്കാൻ പറ്റൂല. നമ്മൾ ക്ഷമിക്കും, അല്ലേ? നമ്മളോട് തന്നെ പറഞ്ഞതാ, ക്ഷമിക്കും നീ ധരിക്കും മൂടന, വില്ലിന്റെ പിറകോട്ടുള്ള മാറ്റം എന്തിനാ? വേറെ ആൾ ക്ഷമിക്കണ കണ്ട നമ്മൾ വിചാരിക്കും പൊട്ടൻ, എന്തിനു പറ്റുവനെ. അപ്പൊ തഴവ പറയാ, വില്ല് പിറകോട്ട് വളിയെന്തിനാ? ഇരട്ടി ഊക്കല് പരലോകത്തിങ്ങോട്ട് തിരിച്ചു വരും, അല്ലെ? ഇരട്ടി ഊക്കല് തിരിച്ചിങ്ങോട്ട് വരാനാണ്. നമ്മളോടൊരാൾ ക്ഷമിച്ചാൽ ആ ക്ഷമ നമ്മൾ ക്ഷമിക്കും. ഒരാളെ കടിക്കാനൊക്കെ വന്നൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമുക്കാണ്ട് അടിക്കാൻ തിരിച്ചടിക്കാൻ തോന്നാൻ കഴിയില്ല എന്ന് പറയുമ്പോ ഞാൻ ക്ഷമിച്ചു. ആ ക്ഷമയല്ല പറയുന്നത്, ആദ്യ ഘട്ടത്തിൽ തന്നെ, അല്ലെ? കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നു, കുട്ടികളോട് അക്രമം ചെയ്യുന്നു, കുട്ടികളെ സമയത്ത് ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയില്ല, ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കുകയില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പിന്നീട് അകാരണമായി അടിക്കും. ഉപദേശിക്കേണ്ട സമയത്ത് നമ്മളെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കും. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ഏത് രംഗത്തും, സ്വന്തം വീട്ടിലുള്ള ജോലിക്കാരനോട് പോലും ക്ഷമിക്കാനുള്ള കരുത്തില്ല. ഒരു കല്യാണത്തിനൊക്കെ പോയാൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണത്തിന് ചെറിയ ഒരു തൃപ്തി പോലെ ഇല്ല, എന്തോ ഒരു അബദ്ധം പറ്റിയതാണ്. ആ അബദ്ധം പറ്റുമ്പോഴേക്ക് നമ്മള് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ചോറ് കഴിക്കും. അത് ക്യാമ്പായാലും നോമ്പുറയായാലും ഒക്കെ അങ്ങനെ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ച് ഗംഭീര ക്യാമ്പായി അവസാനം ഒരാൾക്ക് ഭക്ഷണം എങ്ങനാണ്ട് ഒരാൾക്ക്